ഹലോ അസ്സലാമലൈക്കും. എന്താണ് വിശേഷം മുത്തുമണീസ്? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ, വേറൊന്നുമല്ല. അപ്പോൾ ഇത് നോക്കൂ, 10 ടൈം എത്രണ്ണമെന്നറിയോ? ഒന്ന് 2 3 ഉണ്ട് കേട്ടോ. അതിൽ 3 ഒരെണ്ണം ഇത് കല്യാണം കഴിഞ്ഞതാണ്. ഈ വലിയ കത്തും ഈ ബ്രൗൺ കത്തും കല്യാണത്തിന് ഉള്ളതാട്ടോ. അപ്പോൾ നമ്മളെ ഒരെണ്ണം മണ്ണാർക്കാട്ടുനിന്നും ഒരെണ്ണം കോങ്ങട അവിടെയാണ്. അപ്പോൾ 2 കല്യാണം നമ്മളെ വീട്ടിൽ വന്ന് വിളിച്ചതാട്ടോ. അത്രയും ദൂരത്തുനിന്ന് വന്നിട്ട് മണ്ഡപം പള്ളിക്കുളം അത്രയും ദൂരത്തുനിന്ന് വന്നിട്ട് നമ്മളെ ക്ഷണിച്ചതാണ്. നമ്മളെ അത്ര പരിചയമില്ല. എൻ്റെ റിയാസ് ഖാൻ്റെ ഒരു കൂട്ടുകാരനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വിളിച്ചതാണ്. എന്നാലും വീട് തേടി വന്ന്, വീട് എവിടെയെന്ന് അറിയില്ല, വിളിച്ച് അന്വേഷിച്ചു തേടി വന്ന് നമ്മളെ വിളിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ വിളിച്ച കല്യാണത്തിന് നമ്മൾ എന്തായാലും ഇൻഷാ അല്ലാഹ് പോകണം. അപ്പോൾ ഞാൻ ഒരാളെ കുറ്റം പറയല്ല, വിളിച്ചാലും വിളിച്ചില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, സന്തോഷം തന്നെ ഉള്ളൂ. പിന്നെ അതുപോലെ നമ്മുടെ അയൽവാസി കേട്ടോ. അപ്പോൾ അവരും വീഡിയോ കണ്ടിട്ടാണ് എന്താണെന്ന് അറിയില്ല, അങ്ങനെ നമ്മളെ വന്ന് കല്യാണം വിളിച്ചു, വീട്ടിൽ വന്ന് കല്യാണം വിളിച്ചു കേട്ടോ. പക്ഷെ അവർ എന്താണ് നമ്മളെ അറിയുപോലുമില്ല, ഒരു എന്താ പറയുക, ഒരു കണ്ടിട്ടില്ല, വർത്താനം പറഞ്ഞിട്ടില്ല. ഇവിടെ വന്നിരുന്ന് ഒരു 8 മാസം ഞാൻ ഇവിടെ വന്നിട്ട്, പക്ഷേ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയോ വർത്താനം പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ എന്നിട്ടും അവർ വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് കല്യാണം വിളിച്ചു. പക്ഷെ നമ്മുടെ കുടുംബക്കാരെന്താ ചെയ്തതെന്നറിയോ? നമ്മളെ നാളെയാണ് കല്യാണം, വിളിച്ചത് ഇന്നലെ മൈലാഞ്ചിക്ക്. നമ്മൾ കുറ്റം പറയല്ല കേട്ടോ, എൻ്റെ മനസ്സിലുള്ള ഒരു വിഷമം പറഞ്ഞു തന്നെയുള്ളൂ. പറയില്ല, നാട്ടുകാർ കിടമ്പോൾ ചോദിക്കില്ലേ, എന്താണ് നിൻ്റെ കുടുംബത്തിൽ കല്യാണം ഉണ്ടായിട്ട് നീ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കില്ലേ. അപ്പോൾ ഇനി മരിച്ച മയ്യത്തിന് കനമാണ് മനസ്സിൽ വെക്കുമ്പോൾ തുറന്ന് പറയുമ്പോൾ അതൊരു ആശ്വാസമല്ലേ. അതുകൊണ്ടുകൂടി നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്താണ് കേട്ടോ. വേറെ അതിലൊരു ഇതുമില്ല. എന്താ പറയുക, വിളിച്ചതിൽ വിഷമവും, വിളിക്കാണ്ടിരുന്നതിൽ വിഷമവുമില്ല, വിളിച്ചതിൽ സന്തോഷവുമില്ല എന്ന് പറഞ്ഞ പോലെ ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലുള്ളത് നിങ്ങളുമായി ഷെയർ ചെയ്തു എന്ന് മാത്രം കേട്ടോ, വേറൊന്നുമല്ല. അല്ലാണ്ട് അവരോട് ദേഷ്യം ഉണ്ടായിട്ട് ഒന്നുമല്ല കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞു, പൊതുവേ ഞാൻ എൻ്റെ മനസ്സിലൊന്നും നിൽക്കില്ല, ചെടുക്കെന്ന് പറയും. ഒരു രഹസ്യം മനസ്സിൽ വെച്ച് സൂക്ഷിക്കാൻ എനിക്ക് ഇത്തിരി നേരം പറ്റില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ അത് എന്താണെങ്കിലും അപ്പം തുറന്ന് ഞാൻ റിയാസ് ഖാൻ്റെ പറയും. അങ്ങനെയാണ് ഞാൻ. പെട്ടെന്ന് ഒന്നും മനസ്സിൽ വെക്കാത്ത ഒരാളാട്ടോ. ചെടുപിടുന്ന് ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയും, ചിലവർക്കത് വിഷമാവും. പിന്നെ അത് കഴിഞ്ഞു കേട്ടോ. അങ്ങനെയുള്ളൊരു പ്രകൃതിയുള്ള ആളാണ് ഞാൻ. എൻ്റെ വർത്തമാനത്തിൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. ചെടുക്കെന്ന് പറയും, പറഞ്ഞത് ശരിയാണോ തെറ്റാണോ ഒന്നും പോലെ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ കുടുംബത്തിൽ തന്നെയാണ്, കുടുംബത്തിലത്തെ കല്യാണമാണ്. പക്ഷേ അവർ 2 പെൺകുട്ടികളുണ്ട് കേട്ടോ. ആൺകുട്ടി ഉണ്ടെന്ന് തോന്നുന്നു, ആൺകുട്ടി ഉണ്ട് തോന്നുന്നു. 2 പെൺകുട്ടികൾ. അതിൽ മൂത്ത പെൺകുട്ടീൻ്റെ, അപ്പോൾ കുടുംബത്തിൽ അവർക്ക് 2 ഒരു ആൺകുട്ടി ഉണ്ട് തോന്നുന്നു. അവർക്കത് മീൻ കച്ചവടം കേട്ടോ. നമ്മൾ അവനെ കുറ്റമൊന്നും പറയല്ല, അവർ വിളിക്കാത്തതിൽ വിഷമമൊന്നുമില്ല. എന്നാലും ഞാൻ പറയേണ്ടത് പറയണമല്ലോ, അല്ലെങ്കിൽ നാളെ മരിച്ച മയത്തിന് കാനമല്ലേ. അത് എൻ്റെ ഒരു ഇതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രം. ബാപ്പ മീൻ കച്ചവടം കേട്ടോ. എപ്പോഴും ഞാൻ വെണ്ണക്കരയിൽ ഇരിക്കുന്ന സമയത്ത് അതേനെ പോകും, വില കൂടിയ മീനൊക്കെ ഇട്ടൊക്കെ കൊണ്ടുവരും. അതുകൊണ്ട് ഞാൻ വാങ്ങൂല. എപ്പോഴെങ്കിലും മത്തി വില കുറവുണ്ടെങ്കിൽ ഒരിക്കൽ എന്തോ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ അധികം ഞാൻ വാങ്ങലില്ല, വലിയ മീനെല്ലാം കൊണ്ടുവരിക അവർക്ക്. ആ വഴി എപ്പോഴും പോണ ആളാണ്. അറിയും. മൂത്ത മോളുടെ കല്യാണം ഞാൻ അറിഞ്ഞേയില്ല, ഞങ്ങളെ വിളിച്ചില്ല. മൂത്ത മോളുടെ കല്യാണത്തിനെ വിളിച്ചിട്ടില്ല. അവിടുന്ന് ഞാൻ ഇങ്ങോട്ട് വന്നു. ഇപ്പോൾ ഇന്നലെ വിളിച്ചിട്ട് പറയാണ്, വീട് അറിയാണ്ടാണ്, പുതിയ വീട് അറിയാണ്ടാണ്. ആദ്യം ഇരുന്നവിടെ നിന്നാണെങ്കിൽ ഞാൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം ഇരുന്നവിടെ മൂത്ത മോളുടെ കല്യാണത്തിനെ വിളിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ രണ്ടാമത്തെ മോളുടെ കല്യാണത്തിന് അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ട. ഞാൻ അവർ പറഞ്ഞതിന് ഞാൻ അതിന് കുറ്റം പറയല്ല കേട്ടോ. അങ്ങനെ പൊതുവെ അവനോട് ഞാൻ ഒന്നും പറഞ്ഞില്ല. സന്തോഷത്തിനാ വരാന്നൊക്കെ പറഞ്ഞ് കട്ട് ചെയ്തു. വേറൊന്നും ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ രണ്ടാമത്തെ മോളുടെ കല്യാണത്തിന് എന്താണ്, വീട് നമ്മുടെ അടുത്താണ് സ്ഥലം. അവൻ്റെ വീടും നമ്മുടെ വീട് ഏകദേശം അത്ര ദൂരം കൂടിയില്ല. വഴി അറിയില്ലെങ്കിൽ കൂടുതൽ ആൾക്ക് വഴി അറിയും, വരികയൊക്കെ ചെയ്യാം. നോമ്പിന് നമ്മൾ നോമ്പ് തുറക്കാൻ പോയിട്ടും കൂടി ഒരു വാക്ക് എൻ്റെ മോളുടെ ചെറിയ മോളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ്. ഒരു വാക്ക് പറഞ്ഞും കൂടി ഇല്ല കേട്ടോ. ഞാൻ അറിഞ്ഞേ ഇല്ല സത്യം പറഞ്ഞാൽ. ഇപ്പോഴാണ് ഉമ്മ പറയുമ്പോഴാണ് ഇങ്ങനെ അറിയുന്നത്. അതേപോലെ മൂത്ത മോളുടെ കല്യാണം പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അവർക്ക് ഇനി വിളിക്കാൻ ഇഷ്ടമില്ലാണ്ടാണോ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പം നമ്മൾ അതിന് കുറ്റം പറയുന്നത് ഓരോരുത്തരുടെ താല്പര്യമല്ല, ഓരോരുത്തരും വിളിക്കണ്ട എന്നുള്ളത്. പരാതിയൊന്നുമില്ല എനിക്ക്. എന്നാലും ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ ഒരു വിഷമം, അതാണ് ഞാൻ നിങ്ങളുമായിട്ട് പറഞ്ഞത് കേട്ടോ. രണ്ടാമത്തെ മോളുടെ കല്യാണത്തിൽ ഫോണിൽ കൂടി ഇങ്ങനെ പറഞ്ഞപ്പോഴേ, ആ വീട് അറിയില്ല, ആദ്യം ഇരുന്ന വീടാണെങ്കിൽ വരായിരുന്നു, ഇപ്പോൾ ഉള്ള വീട് അറിയില്ല, നമ്പർ വേറെ ആളുണ്ടായിരുന്നു, മേടിച്ചിട്ടാണ് ഇപ്പോൾ വിളിച്ചത് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഇത്ര അടുത്തിരുന്നിട്ട് അവിടെ ഇരുന്നിട്ടേ വന്നിട്ടില്ല. പിന്നെ ഇങ്ങോട്ട് വരണം വിചാരിച്ചാലൊക്കെ വരികയൊക്കെ ചെയ്യാം. പക്ഷേ പോട്ടെ, കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞെന്ന് മാത്രം. പിന്നെ ഇതൊന്ന് നമ്മുടെ മണ്ണാർക്കാട്ടത്തെ കല്യാണമാണ് കേട്ടോ. അത് 30-ാം തീയതിയാണ്.
ഇത് എത്ര അടി റൻഷി? 23 അല്ലേ? ഈ വൈറ്റ് 23-നും 30-നും കേട്ടോ. നമുക്ക് 2 കല്യാണമുണ്ട്. ഈ ഒരു കല്യാണം കഴിഞ്ഞതാണ്, അത് നമ്മുടെ അയൽവാസിയായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് പോകാനും പറ്റിയില്ല കേട്ടോ കല്യാണത്തിന്. വേറൊരു കാര്യത്തിന് പോയ കാരണം ഭയങ്കര ക്ഷീണം. അപ്പോൾ വേറൊരു റിയാസ് ഖാൻ വിളിച്ചിട്ട് പോയി വേറൊരു കാര്യത്തിന്. അപ്പോൾ ഞാൻ കല്യാണത്തിന് പോകാൻ പറ്റിയില്ല. പിന്നെ നമുക്ക് തീരെ ഒന്നും അറിയാത്ത ആൾക്കാരാട്ടോ, അതുകൊണ്ട് മടിയൊക്കെ ചമ്മലൊക്കെ ആയിട്ട് ഞാൻ പോകാൻ പറ്റാന്ന് ഞാൻ വേറൊരു സ്ഥലം വരെ പോയി. അപ്പോൾ ഈ കാർഡുകളൊക്കെ എടുത്ത് വെക്കടി. അപ്പം ഇനി 2 കല്യാണം ഉണ്ട് കേട്ടോ നമുക്ക് ഈ മാസം. ആയുസ്സും ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ പോകണം. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ അവർ ഇന്നൊരു വിളിച്ചു കേട്ടോ, അമ്മായി എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. എന്താണെന്ന് ഞാൻ പല കുടുംബക്കാരാണ്, പക്ഷെ നമ്മൾ അങ്ങോട്ട് വരവും പോക്കൊന്നും ഇല്ല. എന്നാലും ഒരു കുടുംബത്തിലൊരു കാര്യം നടക്കുമ്പോൾ എല്ലാവരും ഒത്തുകൂടുമ്പോൾ അതൊരു രസമല്ലേ. അവർക്ക് തോന്നിയിട്ടുണ്ടാവും നമ്മൾ വിളിച്ചഞ്ഞ് കുറച്ചിലായിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും വിളിക്കാത്തത്. ഇനിയിപ്പോൾ ഒന്നും പരാതിയും പരിവം കൊണ്ട് കാര്യമില്ല. പെൺകുട്ടികളുടെ കാര്യമല്ലേ, നമ്മളതൊന്നും വിചാരിക്കാൻ പറ്റില്ല. പെൺകുട്ടികൾ നന്നായിരിക്കട്ടെ, അങ്ങനെ ഞാൻ വിചാരിക്കുള്ളൂ കേട്ടോ. നമ്മൾ ആരെയും കുട്ടികളൊന്നും പറയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലേക്ക് ഒരു ആശ്വാസമായിട്ടാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, ബൈ, ടാറ്റ.